ആന്റി, ആ വിവേകിനെ ജോലിന്ന് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ എന്തിനാ അവൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നേ? അറിയില്ല. ആന്റിക്ക് അറിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കറിയാനാ? സാധാരണ ആന്റി അവനെ ജോലിന്ന് പറഞ്ഞു വിടുമ്പോ അവൻ ഉടനെ സൂര്യയെ വിളിക്കും, എന്നിട്ടത് ക്യാൻസൽ ചെയ്യിപ്പിക്കും, വീണ്ടും ഇവിടെ കടിച്ചു തൂങ്ങും. ഇത്തവണ അത് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ആരെ വിളിച്ചാലും ശരി, എന്ത് പറയിപ്പിച്ചാലും ശരി, അവൻ ഇവിടെ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യില്ല. നോക്കിക്കോ. അതാണ് ആന്റി അതിന്റെ ശരി. സത്യം പറഞ്ഞാൽ ഈ ഓഫീസിൽ ആന്റിക്കെതിരെ സൂര്യ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യത്തിനും അവനാ ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ആന്റി, ഞാൻ അവനെ പോയി വിളിച്ചോണ്ട് വരട്ടെ? പറയാനുള്ളത് അവന്റെ മൂത്ത് നോക്കി പറയേ. വരട്ടെ വിജയ്. ആനന്ദ്, കം ടു മൈ ക്യാബിൻ. ഈ ആനന്ദും അത്ര നല്ലവനൊന്നും അല്ല ആന്റി. ആന്റിയോട് പ്രത്യേകിച്ച് ബഹുമാനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കാണുമ്പോ വലിയ വിനയമൊക്കെ കാണിക്കും. അവനെ കുറുക്കനാ. ദോ വരുന്നു കുറുക്കൻ. മാഡം, ഗുഡ് മോർണിംഗ് മാഡം. ഒരു ജോലി ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല ആനന്ദ്. എന്തു പറ്റി മാഡം? വിവേകിനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അയാൾ ഓഫീസിലുണ്ടല്ലോ. മാഡം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെർമിനേറ്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ അയാളോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അയാള് അതിൽ ഒപ്പിടില്ല എന്ന് വാശി പിടിച്ചിരിക്കുക മാഡം. ഒപ്പിടില്ല എന്നോ? അത് പറയാൻ അവനാരാ? ഞാൻ കുറെ നിർബന്ധിച്ചു നോക്കി. പക്ഷേ മാഡം വരണം, നേരിട്ട് സംസാരിക്കണം, അല്ലാതെ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അതാണ് അയാളുടെ തീരുമാനം. ഓഹോ, ആന്റിക്ക് മനസ്സിലായല്ലോ. അവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് ആന്റി തന്നെ നേരിട്ട് സംസാരിക്കണമെന്ന്. അവന്റെ ഐഡിയ കൊള്ളാലോ. ആന്റിയോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് ആനന്ദ് പറഞ്ഞേക്ക്. എത്രയും പെട്ടെന്ന് അവനോട് ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ പറയണം. ഇല്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് ഓഫീസിൽ നിന്ന് ബലമായിട്ട് പുറത്താക്കും. വേണ്ട ആനന്ദ്, അവനെ ഞാൻ വിളിക്കുന്നു എന്ന് പറയും. കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ആന്റി, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? വിശദീകരണങ്ങൾ കേൾക്കാനല്ലേ കാത്തിരിക്കുന്നേ. അവനെ കേൾപ്പിച്ചു കൊടുക്കാം. ആനന്ദ്, പോയി വിളിക്ക്. ഓക്കെ മാഡം. ഇത് നാണക്കേടാ ആന്റി. വീണ്ടും വീണ്ടും അവരുടെ വാശിക്കാ കീഴടങ്ങി കൊടുക്കേണ്ടി വരുന്നത്. പുറത്തു പോകുന്നതിന് മുമ്പുള്ള ഒരു ആചാരം ഇല്ലേ, അതവനെ നടത്തി കൊടുക്കാം. നടന്നിട്ട് എങ്ങനെയുണ്ട് സാർ? നടന്നിട്ട് നല്ല പെയിനുണ്ട്. നടന്നിട്ട് ഉടനെ അങ്ങനെയാ, പതിയെ പതിയെ അത് മാറും. തന്റെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെയാവോ? താല്പര്യം ഏറ്റവും കൂടുതൽ വേണ്ടത് അസുഖം വന്ന് കിടക്കുന്ന ആൾക്കാർ. ഡോക്ടർ പറയുന്നതോ അടുത്ത് നിൽക്കുന്ന ആള് പറയുന്നതോ ഒന്നുമല്ല. എനിക്ക് എഴുന്നേൽക്കണം, പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് സാറിന് തന്നെ തോന്നണം. അതെ, ഞാനിങ്ങനെ ഇവിടെ കിടന്നോളാം. അപ്പൊ പിന്നെ താൻ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ലല്ലോ. ഇനിയിപ്പോ ഒന്ന് നടത്തിക്കണമെന്ന് തോന്നിയാ എന്റെ കൈ പിടിച്ച് തന്റെ കാല് നിർത്തി നടത്തിക്കാം. അതുപോലെ അത് പോരാ, എനിക്ക് സാർ പഴയതുപോലെ ഓടിച്ചാടി നടക്കണം.
അതിനിപ്പോ എന്താ പറയാ? ആ, ഈ കുട്ടിക്കുരങ്ങൊക്കെ ഓടി നടക്കില്ലേ? കുട്ടിക്കുറങ്ങ? പിന്നല്ലത്, സാറിന്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ട വേറെന്താ പറയാ? നന്ദിനി, താൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? ആ. ശരിക്കും ഞാൻ കുരങ്ങനെ പോലാണോ? യോ, കാണാൻ കുരങ്ങനെ പോലൊന്നല്ല, സുന്ദരന. പിന്നെ പിന്നെ പ്രവൃത്തികള്. പ്രവൃത്തികൾ എന്ന് വെച്ചാ? ആ, അതും നല്ലതാ. അല്ല, പിന്നെ എന്ത് കണ്ടിട്ടാ കുരങ്ങനെ പോലെ തോന്നുന്നു പറ. ഒന്നുമില്ല സർ. സാറ് ഇരിക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാൻ നല്ല ചന്തമാ. അങ്ങനെ സാർ മൊത്തത്തില് നല്ല സുന്ദര കുട്ടപ്പന. ഞാൻ താന്നിയൂരമ്മയുടെ എന്താ പ്രാർത്ഥിക്കാന്നറിയോ? സാറിന് എന്തെങ്കിലും അസുഖം വരാണെങ്കിൽ അതോടെ എനിക്ക് തന്നേക്ക്. ഞാനിവിടെ തളർന്നു കിടന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ മുന്നില് സാറിങ്ങനെ ഓടിച്ചാടി നടക്കണം. ഞാൻ എന്നാ പിന്നെ അടുക്കളയിൽ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നാ പിന്നെ എന്നെ കൂടെ കൊണ്ടുപോടും. ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, താൻ ചെയ്യുന്നൊക്കെ നോക്കിയിട്ട്. അയ്യോ, തൽക്കാലം അടുക്കളയിലേക്കൊന്നും കൊണ്ടുപോയില്ല. പുക ഏൽക്കാനൊന്നും പാടില്ലാന്ന് ഡോക്ടർമാര് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഞാനൊരു സാധനം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇളക്കി വെച്ചിട്ട് ഓടി വരാം. വൈകല്ലേ? വൈകാലേ താൻ എന്നെ വിട്ടു പോയെന്ന് എനിക്ക് ചിലപ്പോ തോന്നും. ഓ, അത് വല്ലാത്തൊരു തോന്നലാണല്ലോ. ഇനിയിപ്പൊ സാറ് തന്നെ എന്നോട് പോവാൻ പറഞ്ഞാലും ഞാൻ പോവില്ല. തീർന്നല്ലോ. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ് മാഡം. മാഡം വിളിച്ചെന്ന് പറഞ്ഞു. ഒരു ഓഫീസിൽ നിന്ന് ഒരാളെ ടെർമിനേറ്റ് ചെയ്താ